ഈശ്വരകൃഷ്ണൻ എന്ന് പറഞ്ഞ പോലെ ഇന്നത്തെ സുവിശേഷത്തിൽ യേശു ദൈവരാജ്യത്തെ കുറിച്ചുള്ള 2 ഉപമകളാണ് നമ്മളോട് പറഞ്ഞത്. ദൈവരാജ്യം കടുകുമണിക്ക് തുല്യമാണെന്ന് പറയുന്നു. കാരണം അത് നടുമ്പോൾ എല്ലാ വിത്തിനേക്കാളും ചെറുതാണ്, പക്ഷെ ഇത് മുളയ്ക്കുന്നു, വളരുന്നു, വലിയ മരമായിട്ട് തീരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വളർച്ചയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമതായിട്ട് യേശു പറയുകയാണ്, 3 ഇടങ്ങഴി മാവില് അത് പുളിക്കോളം ചേർത്ത് വെച്ച പുളിപ്പിന് തുല്യമാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. കാരണം എന്താണ്, അത് ചെറുതായിരുന്നു, പിന്നീട് അത് മുഴുവൻ ഈ മാവിനെയും പുളിപ്പിക്കാൻ തക്ക വിധം ഇതിങ്ങനെ പടർന്ന് കയറുകയാണ് എന്ന് പറഞ്ഞാൽ അത് വളർച്ചയുള്ളതാണെന്ന് തന്നെയാണ് ഈശോ അവിടെയും പറയുന്നത്. നമുക്കറിയാം, പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ച അല്ലെങ്കിൽ സഭയുടെ ഒരു വളർച്ച അതിങ്ങനെ ഇന്നും സഭ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞൊരു കൂട്ടായ്മയിൽ ആരംഭിച്ച സഭ ഇതിങ്ങനെ ഈ മാവില് ഈ പുളിമാവ് ചേർത്തതുപോലെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, വളർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ കടുകുമണിയുടെ പോലെ ഇങ്ങനെ മുള പൊട്ടി ഇതിങ്ങനെ വളർന്ന് വലിയൊരു മരമായിക്കൊണ്ടിരിക്കുകയാണ്. പോലെ ഇന്നത്തെ സുവിശേഷം നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ആത്മീയ ജീവിതവും ഇതുപോലെ വളരാനുള്ളതാണെന്നുള്ളതാണ്. അതിനൊരു വളർച്ചയുണ്ട്. അതിങ്ങനെ നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ നിൽക്കുകയല്ല. നമ്മുടെ പ്രാർത്ഥന ജീവിതം തന്നെ എടുത്ത് നമ്മളൊന്ന് നോക്കിയാൽ നമുക്കറിയാം, ഒരു 10 വർഷം മുമ്പ് നമ്മൾ പ്രാർത്ഥിച്ചതുപോലെയല്ല ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ ഒരു 5 വർഷം മുമ്പ് പ്രാർത്ഥിച്ചതുപോലെയും അല്ല നമ്മൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്. അതിന് വ്യത്യാസമുണ്ട്, അതിന് വളർച്ചയുണ്ട്. ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശു നമ്മളോട് പറയുകയാണ്, നിന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ വളർച്ചയുണ്ട്, നീ അത് തിരിച്ചറിഞ്ഞ് കാലാനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തണമെന്ന് യേശു നമ്മളോട് പറയുകയാണ്. ഇന്നത്തെ വചനഭാഗം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു വലിയൊരു വളർച്ചയ്ക്കായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, അതിനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.